അന്താരാഷ്ട്ര വനിതാ ദിനത്തിൽ 3 വനിതകൾ ഉൾപ്പെടെ 14ഓളം പേർ പെരിയാർ നീന്തിക്കടന്നു. ഇനിയൊരു മുങ്ങിമരണം സംഭവിക്കാതിരിക്കട്ടെ, എല്ലാവരും നീന്തൽ പരിശീലിക്കൂ എന്ന ആശയം മുൻനിർത്തി നീന്തലിൻ്റെ പ്രാധാന്യം എല്ലാവരിലേക്കും എത്തിക്കുവാനായി സൗജന്യമായി നീന്തൽ പരിശീലിപ്പിക്കുന്ന സജി വാളാശ്ശേരിയുടെ ശിക്ഷണത്തിൽ 2024 7ാം ബാച്ചിൻ്റെ റിവർ ക്രോസിംഗ് അന്താരാഷ്ട്ര വനിതാ ദിനത്തിൽ നടന്നു. 3 വനിതകൾ ഉൾപ്പെടെ 14 പേരാണ് പെരിയാർ നീന്തി കടന്നത്. ആലുവ മണപ്പുറം കടവിൽ നിന്നും ആരംഭിച്ച് പെരിയാർ നീന്തിക്കടന്ന് തിരിച്ച് ദേശംകടവിൽ നീന്തൽ സമാപിച്ചു. തുടർന്ന് ജനപ്രതിനിധികളും കുടുംബാംഗങ്ങളും ചേർന്ന് ഇവരെ സ്വീകരിച്ചു. ഞാൻ ആലുവ പെരിയാറിൻ്റെ അടുത്ത് തന്നെയാണ് താമസിക്കുന്നത്. കഴിഞ്ഞ 15 വർഷമായിട്ട് കുട്ടികളോ മുതിർന്നവരോ മുങ്ങി വരികാതിരിക്കാൻ വേണ്ടിയിട്ട് മണപ്പുറം ദേശംകടവ് ആലുവ അവിടെ സൗജന്യമായിട്ട് നീന്തൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. രാവിലെ 5:30 ഇവിടെ ക്ലാസ് തുടങ്ങും. നീന്തൽ അറിയാൻ പാടില്ലാത്ത ആരും വന്നാലും 16 ദിവസം കൊണ്ട് അത്യാവശ്യം പഠിപ്പിച്ചു വിടും. ഇന്ന് ഞങ്ങളുടെ 2024 7ാം ക്രോസിംഗ് ആയിരുന്നു. ഇന്ന് ലോക വനിതാ ദിനമാണ്. അതിനകത്ത് 3 വനിതകളും അടങ്ങിയ ഒരു 14 സംഘമാണ് ഞങ്ങൾ ആലുവ പെരിയാർ 780 മീറ്റർ ക്രോസ് ചെയ്ത് നീന്തി കയറിയത്. ഇനി ഒരു മുങ്ങിമരണം ഉണ്ടാകരുത്, ആ ഒരു സ്വപ്നത്തിലേക്കാണ് ഞങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനുവേണ്ടി നമ്മൾ ചെയ്യാവുന്നത് എല്ലാവരും നീന്തൽ പഠിക്കുക. നീന്തൽ പഠിച്ചാൽ മാത്രമാണ് വെള്ളത്തിലെ അപകടങ്ങളിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ കഴിയുള്ളൂ. അത് 100% ഉറപ്പാണ്. നന്നേ ചെറുപ്പത്തിലെ തന്നെ നീന്തൽ പഠിക്കുക. ഇവിടെ തന്നെ 5 വയസ്സുകാർ വരെ ആലുവ പെരിയാർ 780 മീറ്റർ നീന്തി കിടക്കുന്നുണ്ട്. 8700ഓളം പേര് നീന്തൽ പഠിച്ചു കഴിഞ്ഞു. അതിനകത്ത് 2000 പേര് ആലുവ പെരിയാർ ക്രോസ് ചെയ്തു. 10 പേര് വൈകല്യമുള്ളവരാണ്. അതാണ് ഏറ്റവും ശ്രദ്ധിക്കപ്പെടേണ്ട വിഷയം. എന്ന് വെച്ചാൽ 2 കൈയില്ലാത്ത ആസിയും വെളിമണ്ണ. സാധാരണ ആളുകൾക്ക് നീന്താൻ പ്രയാസവും അവർ മുങ്ങി വരച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് 2 കൈയില്ലാത്തവർ ആലുവ പെരിയാർ നീന്തി കാണിച്ചത്. പിന്നെ 2 കാലും തളർന്നു കിടക്കുന്ന രതീഷ് കോട്ടപ്പുറം സ്വദേശി, അദ്ദേഹം നീന്തൽ പഠിച്ച് പെട്ടെന്ന് നീന്തി കാണിച്ചു, ആലുവ പെരിയാർ നീന്തി കാണിച്ചു. അങ്ങനെ ഒത്തിരി വൈകല്യമുള്ളവരും എല്ലാം ഇവിടെ ആലുവയിൽ വന്ന് നീന്തൽ പഠിച്ച് നീന്തി കാണിക്കുന്നുണ്ട്. മറ്റുള്ളവർക്ക് മുഴുവൻ പ്രചോദനം കിട്ടാൻ വേണ്ടിയിട്ടാണ് അതുപോലെ ചെയ്യുന്നത്. പിന്നെ ഈ കഴിഞ്ഞ ദിവസം 5 വയസ്സുകാരൻ ഗൗതം കൈ 2 പിന്നിൽ കെട്ടിയാണ് ഈ 780 മീറ്റർ നീന്തി കടന്നത്. അങ്ങനെ വ്യത്യസ്തമായ പല നീന്തലുകളും ഇവിടെ നടത്തുന്നുണ്ട്. ഇത് മുഴുവൻ ആളുകളെ നീന്തലിലേക്ക് കൊണ്ടുവരാനും മുങ്ങി വരികാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രചോദനം കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ആലുവ മുനിസിപ്പാലിറ്റി വൈസ് ചെയർപേഴ്സൺ സൈജി ജോളി, പ്രമുഖ അത്ലറ്റും ഫുട്ബോൾ പ്ലെയറുമായ ലൗലി ജോൺസൺ, പ്രമുഖ കരാട്ടെ മാസ്റ്റർ പ്രിയ വടക്കേലൻ എന്നിവർ പങ്കെടുത്തു. ആലുവ ലൈവ് ന്യൂസിനു വേണ്ടി സിദ്ദീഖ് കാരക്കാടിനൊപ്പം സനൂപ് കളമശ്ശേരി.